എന്തായാലും LDF ക്യാമ്പിലേക്ക് ചെന്ന് ചോദിച്ചു നോക്കാം. അവിടെ നിന്നെങ്ങാനും സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലോ, നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നാലോ. മുബഷിബി അക്ബർ, ഗുഡ് ഈവനിങ്. ലേബി സജീന്ദ്രൻ എന്നെ സ്ഥാനാർത്ഥിയാക്കിയേ അടങ്ങുള്ളൂ. അപ്പോൾ LDF പരിഗണിക്കുന്ന സർപ്രൈസ് മുഖങ്ങൾ അല്ലെങ്കിൽ ഇത്തവണ ഇറക്കാൻ സാധ്യതയുള്ളത് ആരെയൊക്കെയാണ്? ഈ ജെൻസി തലമുറയെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ പാകത്തിലുള്ള യുവമുഖങ്ങൾ മറ്റു മേഖലയിലൊക്കെ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ച ആളുകളെ ഉൾപ്പെടെ കളത്തിലിറക്കി കളം പിടിക്കാൻ തന്നെയാണ് LDF നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ IM വിജയന്റെ പേരാണ് പ്രഥമമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. AP അനിൽകുമാർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. തുടർച്ചയായി ഇവിടെ MLA ആയി വിജയിച്ച് മന്ത്രിയൊക്കെ തന്നെയായ വ്യക്തിയാണ്. അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. സ്വാഭാവികമായിട്ടും UDF-ൽ നിന്നും LDF ആ സീറ്റ് തിരിച്ചുപിടിക്കാൻ രാജ്യത്തിന്റെ തന്നെ ഫുട്ബോൾ താരമായിട്ടുള്ള IM വിജയനെ കളത്തിൽ ഇറക്കിയേക്കുമെന്നുള്ളൊരു പ്രചാരണം ഒരു ഭാഗത്തുണ്ട്. ഏറനാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ നിലമ്പൂരിലേക്ക് ഷറഫ് അലി വരുമെന്ന രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. MSPയും ഒക്കെ തന്നെയായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. മലപ്പുറം ആയതുകൊണ്ട് തന്നെ കായിക പ്രേമികളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന പ്രതീക്ഷയാണ് LDF ക്യാമ്പിനെ കുറിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്വതന്ത്രനായി ഷറഫ് അലി വരുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഈ തൊടുപുഴയിൽ സിനിമാ താരമായിട്ടുള്ള ആസിഫ് അലിയുടെ പേരാണ് മറ്റൊരു പ്രധാനപ്പെട്ട പേരായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. ആസിഫ് അലിയുടെ കുടുംബ പാരമ്പര്യമൊക്കെ തന്നെ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള പരിഗണന ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സിനിമാ തിരക്ക് തന്നെ ഉള്ളതുകൊണ്ട് ആസിഫ് അലി ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ സാഹിത്യകാരനായിട്ടുള്ള ബെന്യാമിൻ്റെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കായംകുളം നിയോജക മണ്ഡലത്തിൽ നേരത്തെ AP സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാറിൻ്റെ പേര് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവിടെ മറ്റു സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അരുൺകുമാർ മത്സരിക്കുകയാണെങ്കിൽ വിജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് LDF അത്തരമൊരു പരീക്ഷണത്തിന് മുതിരുന്നത്. എന്തായാലും ഈ പറയപ്പെടുന്ന ആളുകളൊന്നും ഈ വിഷയങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരെ സംബന്ധിച്ച് മത്സരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ ഒരു പ്രതികരണം വരേണ്ടതുണ്ട്. തൃപ്പൂണിത്തറയിൽ രമേശ് പിഷാരുടെ പേരൊക്കെ തന്നെ UDF-നെ സംബന്ധിച്ച് ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ മറുഭാഗത്തെ LDF ഒരു സിനിമാ താരത്തെയോ അല്ലെങ്കിൽ കായിക താരത്തെയൊക്കെ തന്നെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും UDF ഇറക്കുന്ന അതേ രീതിയിലുള്ള സ്ട്രാറ്റജിയിലൂടെ തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് ഇത്തവണ LDF-ഉം തീരുമാനിച്ചിരിക്കുന്നത്. ശേഷം പുതിയ തലമുറ ഉൾപ്പെടെ വ്യാപകമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തൊരു സാഹചര്യത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ LDF ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുജയ.